Assalamu Alaikum wa rahmatullahi wa barakatuhu. How are you all, my dear children? I hope all of you are fine and safe at home. Let's start today's class by the dua. Rabbi yassir wa la tu'assir wa tammim bil khair wa bika nasta'inu ya fattahu Rabbi zidni ilma Rabbi zidni ilma Rabbi zidni ilma. So in the last class we told about universal law for gravitation, right? So this is a universal law. അല്ലേ, ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ലോ ആണ് അല്ലേ. യൂണിവേഴ്സിലുള്ള ഏത് സംഭവത്തിനും ഏത് ഒബ്ജക്റ്റിനും നമുക്ക് ഗ്രാവിറ്റേഷൻ അപ്ലൈ ചെയ്യാം എന്നാണ് അതിൻ്റെ മീനിങ്. പക്ഷേ ഡസൻറ്റ് ദാറ്റ് മീൻ ഒരു എർത്തും ഒരു ഒബ്ജക്റ്റും തമ്മിൽ നമുക്കൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പം അതിന് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി, എർത്തും എർത്തിൻ്റെ ചുറ്റിപ്പറ്റിയുള്ള ഒബ്ജക്ട്സിനും ഒരു ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഉണ്ട് അല്ലേ. അത് നമുക്ക് പഠിക്കണ്ടേ. അതുപോലെ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി പഠിക്കാമെന്ന്. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. അപ്പം നമ്മൾ എർത്തുണ്ട്, എർത്തിന് ചുറ്റിനും ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. എർത്തും ഒബ്ജക്റ്റും തമ്മിലുള്ള ആ ഒരു ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതാണ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എഫ് എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഇവിടെ എഫ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ എർത്ത് ആൻഡ് ആൻ ഒബ്ജക്റ്റ് ഈസ് ജി ഇൻറ്റു m1 m2 ബൈ ഡി സ്ക്വയർ എന്ന് യൂണിവേഴ്സൽ ലോ പറഞ്ഞു അല്ലേ. ഇപ്പോൾ ജി കോൺസ്റ്റൻ്റ് ആണ്. 6.67 ഇൻറ്റു 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. m1 എന്ന് പറയുന്നത് മാസ് ഓഫ് എർത്ത്, m2 എന്ന് പറയുന്നത് ഒബ്ജക്റ്റിൻ്റെ മാസ് ഓഫ് എർത്തിനെ ക്യാപിറ്റൽ എം എന്നും ഒബ്ജക്റ്റിൻ്റെ മാസിനെ സ്മോൾ എം എന്നും വിളിച്ചു. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ് ഓഫ് എർത്ത് 6, റേഡിയസ് ഓഫ് എർത്ത് 6, അതിൻ്റെ സ്ക്വയർ. അപ്പം എഫ് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു ക്യാപിറ്റൽ എം ഇൻറ്റു സ്മോൾ എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആണ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്താണ്? എഫ് ജി ഇൻറ്റു ക്യാപിറ്റൽ എം ഇൻറ്റു സ്മോൾ എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. Capital M is the mass of earth, small m is the mass of the object, and r is the radius of the earth. Okay. അപ്പോൾ ജി എം എം ബൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ എ ബോഡി ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത്. ഈ സർഫസ് ഓഫ് ദ എർത്ത് എന്ന് പറഞ്ഞാൽ എർത്ത് സ്ഫിയർ ആണോ, സ്ഫെറിക്കൽ ഇൻ ഷേപ്പ് ആണോ? ഈസ് എർത്ത് സ്ഫെറിക്കൽ ഇൻ ഷേപ്പ്? നോ, എർത്ത് ഈസ് എലിപ്റ്റിക്കൽ ഇൻ ഷേപ്പ് അല്ലേ. അപ്പോൾ നമുക്ക് എർത്തിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ച് നോക്കാം. ലെറ്റ് us ഡ്രോ an elliptical shaped earth. This is the pole and this is the equator. From the center, radius അല്ലേ, റേഡിയസ് ടുവേർഡ്സ് ദ ഇക്വേറ്റർ ലെങ്ത് കൂടുതലായിരിക്കും, റേഡിയസ് ടുവേർഡ്സ് ദ പോൾ ലെങ്ത് കുറവായിരിക്കും. കാരണം എലിപ്റ്റിക്കൽ ആണല്ലേ. ഈ റേഡിയസ് ചെറുതും ഇവിടുത്തെ റേഡിയസ് വലുതുമാണ് കേട്ടോ. അപ്പം പോള് ഈസ് നിയറർ ടുവേർഡ്സ് ദ സെൻറ്റർ, നിയർ ടു സെൻറ്റർ. Because the pole is near to the center, the radius is much less, so that the force of attraction of an object which is placed in the pole will be greater. കാരണം പോളും സെൻറ്റർ ഓഫ് ദ എർത്തും തമ്മിലുള്ള റേഡിയസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കുറവാണ്. സോ മാക്സിമം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വരുന്നത് പോളിലായിരിക്കും. ഡിസ്റ്റൻസ് എത്രയും കുറയുന്നോ അത്രയും ഫോഴ്സ് കൂടും. അപ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് മാക്സിമം നിയർ ദ പോൾസ്. അപ്പം നിയർ ദ പോൾസ് എഫ് ഈസ് മാക്സിമം അല്ലേ, റേഡിയസ് ഈസ് മിനിമം.
സോ എഫ് മിനിമം ആവുന്ന എവിടെയാണ്? ഫോഴ്സ് മിനിമം ആവുന്ന എവിടെയാണ്? ഫോഴ്സ് ഈസ് മിനിമം അറ്റ് ദ ഇക്വേറ്റർ ആൻഡ് ആർ ഈസ് മാക്സിമം അറ്റ് ദ ഇക്വേറ്റർ. അപ്പം പോൾസിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ മാക്സിമം, ഇക്വേറ്ററിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് മിനിമം. റേഡിയസോ? പോൾസിലുള്ള റേഡിയസ് കുറവും ഇക്വേറ്ററിൽ റേഡിയസ് കൂടുതലുമാണ്. ഓക്കെ, അപ്പം ഈസ് ദ റേഡിയസ് ഓഫ് ദ എർത്ത് സെയിം എവറിവെയർ? നോ. Where on the surface of the earth is the radius maximum? Radius is maximum at the equator. Where is it minimum? It is minimum at the poles. But radius is minimum at the poles, so force of attraction is maximum at the poles. If a body is being continuously raised from the surface of the earth, what happens to the force of attraction? അപ്പോൾ ബോഡി ഒരു സർഫസ് ഓഫ് ദ എർത്തിൽ നിന്ന് ബോഡിയെ ഇങ്ങനെ റേസ് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുപോകുന്നു. മുകളിലോട്ട് കൊണ്ടുപോയാൽ വാട്ട് ഹാപ്പൻസ് ടു ദ ഫോഴ്സ്? ഫോഴ്സ് ഡിക്രീസസ്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡിക്രീസസ്. അപ്പോൾ ഫോഴ്സ് നമ്മളിപ്പം താഴേന്ന് മുകളിലോട്ട് ഒരു ഒബ്ജക്റ്റിനെ കൊണ്ടുപോവുകയാണെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ടുവേർഡ്സ് ദ സെൻറ്റർ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, സർഫസിൽ നിൽക്കുമ്പോൾ മാക്സിമം ആയിരിക്കും, നമ്മൾ എർത്തിൻ്റെ ഡീപ്പറിലോട്ട് പോകുമ്പോഴും മാക്സിമം ആയിരിക്കും. അപ്പോൾ നമുക്കത് പറയാം, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡിക്രീസസ് force of attraction decreases when an object is rising from the surface. ഇന്നിങ്ങനെ റൈസ് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡിക്രീസസ്. ഇനി ഈ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഡീപ്പറിലോട്ട് പോവുകയാണെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇൻക്രീസസ്. അറ്റ് ദ സെൻറ്റർ ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് സെൻറ്ററിൽ എന്താണെന്നറിയാമോ? അറ്റ് ദ സെൻറ്റർ 0. സെൻട്രൽ പോയിന്റിൽ എഫ് 0 ആണ് കേട്ടോ. ബിക്കോസ് അതിൻ്റെ എല്ലാ ഡയറക്ഷനിലോട്ടും ഒരേപോലത്തെ വെക്റ്റർ ക്വാണ്ടിറ്റി ആണല്ലോ, അപ്പോൾ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഉണ്ടല്ലോ, അപ്പോൾ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ഫോഴ്സ് ആയിരിക്കും. അതുകൊണ്ട് 0 ആണ്. സെൻറ്ററിലുള്ള ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് 0 ആയിരിക്കും, അട്രാക്ഷൻ കേട്ടോ, സെൻറ്ററിൽ. അപ്പോൾ സർഫസിൽ നിന്ന് നമ്മൾ മുകളിലോട്ട് പോകുന്തോറും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡിക്രീസസ്. സർഫസിൽ നിന്ന് നമ്മൾ ഡീപ്പർ ടുവേർഡ്സ് എർത്ത് വരുമ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇൻക്രീസസ്. ഇനി നമുക്ക് 2 തരം ഫോഴ്സസ് ഉണ്ട്. സിംപ്ലി ഇറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 2. കോണ്ടാക്റ്റ് ഫോഴ്സും നോൺ കോണ്ടാക്റ്റ് ഫോഴ്സും ഉണ്ട്. കോണ്ടാക്റ്റ് ഫോഴ്സും നോൺ കോണ്ടാക്റ്റ് ഫോഴ്സും. സോ ഗീവ് മീ എൻ എക്സാമ്പിൾ ഓഫ് എ കോണ്ടാക്റ്റ് ഫോഴ്സ്. വിസ്കസ് ഫോഴ്സ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ വിസ്കസ് ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്സിൽ പഠിച്ചതാണ്. വിസ്കസ് ഫോഴ്സ് ഒരു കോണ്ടാക്റ്റ് ഫോഴ്സാണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് കോണ്ടാക്റ്റ് ചെയ്യുന്ന ഫോഴ്സ് അല്ലേ, ഫ്രിക്ഷണൽ ഫോഴ്സ് കോണ്ടാക്റ്റ് ഫോഴ്സാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം സർഫസ് ടെൻഷൻ കോണ്ടാക്റ്റ് ഫോഴ്സാണ്. ഇലാസ്റ്റിക് ഫോഴ്സ് കോണ്ടാക്റ്റ് ഫോഴ്സാണ്. പക്ഷെ നോൺ കോണ്ടാക്റ്റ് ഫോഴ്സിന് ഒരു എക്സാമ്പിൾ പറയാം, ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പം ന്യൂക്ലിയസുകൾ തമ്മിലുള്ള ഫോഴ്സ് ഉണ്ടല്ലോ, നോൺ കോണ്ടാക്റ്റ് അല്ലേ, കോണ്ടാക്റ്റ് വല്ലതും ഉണ്ടോ അവർ തമ്മിൽ? എന്നിട്ടൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ഒക്കെ ഇല്ലേ, റിപ്പൽഷനും ഒക്കെ ഇല്ലേ? അപ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ വളരെ വലുതാണ്. നോൺ കോണ്ടാക്റ്റ് ഫോഴ്സിൽ ഏറ്റവും വലിയ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ ന്യൂക്ലിയർ ഫോഴ്സ് എന്നാണ് അതിന് പറയുന്നത്. ഏറ്റവും വലിയ ഫോഴ്സ് ന്യൂക്ലിയർ ഫോഴ്സ് ആയിരിക്കും നോൺ കോണ്ടാക്റ്റിൻ്റെ കേസിൽ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സും കോണ്ടാക്റ്റ് ഇല്ലാതെ നടക്കുന്ന കാര്യമല്ലേ. നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നോൺ കോണ്ടാക്റ്റ് ഫോഴ്സ് അല്ലേ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. പിന്നെ നമുക്ക് എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ന്യൂക്ലിയർ ഫോഴ്സ്, നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയും. അതായത്
ഇലക്ട്രിസിറ്റി കൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാം, മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് ഇലക്ട്രിസിറ്റി ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ കുറച്ച് പ്രക്രിയകളുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് നിങ്ങൾ 10th പഠിക്കും. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പം ഇതിനകത്ത് ഏറ്റവും മാക്സിമം അല്ലെങ്കിൽ സ്ട്രോങ്ങസ്റ്റ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫോഴ്സ് ആൻഡ് കേട്ടോ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിരിക്കും ഏറ്റവും വീക്കായിട്ടുള്ള ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഏറ്റവും വീക്കും, ന്യൂക്ലിയർ ഫോഴ്സ് ഏറ്റവും മാക്സിമം അല്ലെങ്കിൽ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സും ആയിരിക്കും. അപ്പം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിയാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ എന്താ? ജി ഇൻറ്റു ക്യാപിറ്റൽ എം ഇൻറ്റു സ്മോൾ എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. എഫ് ഈസ് ഈക്വൽ ടു ജി എം എം ബൈ ആർ സ്ക്വയർ. അത് എർത്തിന് സർഫസിലുള്ള ഒബ്ജക്റ്റും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗമാണ്. എഫ് ഈസ് ഈക്വൽ ടു ജി എം എം ബൈ ആർ സ്ക്വയർ. ഇനി നമുക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പഠിക്കാം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ആക്സിലറേഷൻ ആണല്ലേ. അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ എന്താണെന്ന് നമുക്കറിയാം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പം എന്തുമാത്രം ഫോഴ്സിലാണ് നമ്മൾ ആക്സിലറേറ്റ് ചെയ്ത്? ഗ്രാവിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഫോഴ്സ്, ഒരു പുള്ളിങ് ഫോഴ്സ് ആണല്ലേ, എർത്തിൻ്റെ സെൻറ്ററിലോട്ട് പുള്ള് ചെയ്യുന്നൊരു ഫോഴ്സാണ്. പക്ഷേ ആ ഒരു ഇപ്പോൾ നമ്മളൊരു യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഫോഴ്സ് ഒന്നും കൊടുക്കാതെ തന്നെ മേളിൽ നിന്ന് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്നു, താഴോട്ട് വീഴും. പക്ഷെ അതിനൊരു ആക്സിലറേഷൻ കാണത്തില്ലേ? ഇപ്പം മാംഗോ ഫോളിങ് ഫ്രം എ ട്രീ, അതൊരു ആക്സിലറേഷൻ കാണത്തില്ലേ? സെയിം വെലോസിറ്റിയിലാണോ താഴെ വീഴുന്നത്? അല്ല. 0 തുടങ്ങി 10 മീറ്റർ പെർ സെക്കൻഡ്, 20 മീറ്റർ പെർ സെക്കൻഡ്, 30 മീറ്റർ പെർ സെക്കൻഡ്, 40 മീറ്റർ പെർ സെക്കൻഡ്, അങ്ങനെ കൂടും. ആക്സിലറേഷൻ ഉണ്ട് അവിടെ അല്ലേ. ഫ്രീ ഫോളിങ് ഒബ്ജക്ട്സിനൊക്കെ ആക്സിലറേഷൻ ഉണ്ട്. അപ്പം ഈ ഗ്രാവിറ്റി വെച്ച് പുള്ള് ചെയ്യുന്ന സാധനങ്ങൾക്ക്, ഒബ്ജക്ട്സിന് സ്പീഡ് മാത്രമല്ല ആക്സിലറേഷനും ഉണ്ട്. അപ്പോൾ ആ ആക്സിലറേഷന്, ഗ്രാവിറ്റി കാരണം നമ്മൾ വീഴുന്ന ഒബ്ജക്ട്സിൻ്റെ ആക്സിലറേഷൻ എന്ത് പറയാം? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയാം. സോ വൈ ലേണിംഗ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി we need to know about the Newton's second law. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പറയുന്നതിന് മുമ്പേ ആക്സിലറേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഫോഴ്സും ആക്സിലറേഷൻ തമ്മിലുള്ള ബന്ധം എന്താണ്? എഫ് ഈസ് ഈക്വൽ ടു എം എ. ബൈ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ, we know that force is equal to mass into acceleration അല്ലേ. എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എ. ഈ എം എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എം ഇൻറ്റു ജി. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു ഇവിടെ എം ഇൻറ്റു ജിക്ക് തുല്യമാണ്. അപ്പം എഫ് ഈസ് ഈക്വൽ ടു നമ്മുടെ എർത്തിൻ്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താ? ജി ഇൻറ്റു എം ബൈ ആർ സ്ക്വയർ അല്ലേ ആണ്. അപ്പോൾ നമുക്ക് പറയാം, ഇതും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ജി എന്താണെന്ന് കിട്ടും. കമ്പയറിങ് ദിസ് ബോത്ത് ഇക്വേഷൻസ്, എം ജി ഈസ് ഈക്വൽ ടു ജി എം എം ബൈ ആർ സ്ക്വയർ. സോ ജി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി ഇൻറ്റു ക്യാപിറ്റൽ എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. എന്ത് മനസ്സിലായി? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് ജി ഇൻറ്റു ക്യാപിറ്റൽ എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആണ്. സ്മോൾ എം വെട്ടിപ്പോയി കേട്ടോ. ഇവിടെ നിന്ന് സ്മോൾ എമ്മും ക്യാൻസൽ ആയത് പോയി. സോ സ്മോൾ ജി ഈസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ, ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇത് എവിടെ നിന്ന് കിട്ടിയതാണ്? ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷനിൽ നിന്ന് കിട്ടിയതാണ്. സോ വി ക്യാൻ ഫൈനലി സേ ദാറ്റ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മാസ് ഓഫ് ദ എർത്ത്. മാസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഉണ്ടോ? ഇല്ല. അപ്പം മാസ് ഓഫ് ദ ഒബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതേ ഇല്ല. ഇനിയിപ്പോൾ എന്ത് സാധനമായാലും, എത്ര വലുപ്പമുള്ള സാധനമായാലും, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അതിനെല്ലാത്തിനും ഈക്വലാണ്. ഏത് മാസുള്ള എലഫൻറ്റിനെ വീഴ്ത്തിയാലും ഒരു എലിക്കുഞ്ഞിനെ വീഴ്ത്തിയാലും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി രണ്ടിനും സെയിം ആണ്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡിഫറെൻ്റ് ആണ്, പക്ഷേ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സെയിം ആണ്. ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ മാസ് ഓഫ് ദ ഒബ്ജക്റ്റ് അല്ലേ. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ മാസ് ഓഫ് ദ എർത്ത് ആൻഡ് റേഡിയസ് അല്ലേ.
ആണ്. ഈ നമുക്ക് മാസ് ഓഫ് ദ എർത്തും റേഡിയസും മറ്റൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. We know that G is equal to 6.7 into 10 raised to minus 11. What is the mass of the earth? 6 into 10 raised to 24. 6.67 into 10 raised to minus 11 into 6 into 10 raised to 24 kilogram mass of the earth. Radius of the earth 6.4 into 10 raised to 6. 6.4 into 10 raised to 6 the whole square. ഇത് വെച്ച് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കേ. ജിയുടെ വാല്യൂ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കേ. GM/r² ഒന്ന് ഇട്ട് നോക്ക്. മാസ് ഓഫ് എർത്തും റേഡിയസ് ഓഫ് എർത്തും വെച്ച് ഇട്ട് വെക്കുമ്പം 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആക്സിലറേഷൻ്റെ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ അതുപോലെ ജിക്കും മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇടണം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എന്താണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നമുക്ക് പ്രോബ്ലത്തിലൊക്കെ ജിയുടെ ആവശ്യം വരും, നമ്മൾ കാണാതെ പഠിക്കണം. 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എല്ലാ എർത്തിൻ്റെ ഏത് സ്ഥലത്തായാലും ജിയുടെ വാല്യൂ സെയിം ആണോ എന്നാണ് ചോദ്യം. അടുത്തത്, പല സ്ഥലങ്ങളിലും എർത്തിൻ്റെ പല സ്ഥലങ്ങളിലും ജിയുടെ വാല്യൂ മാറും. അതാണ് അതിൻ്റെ ഫൈനൽ. ഈ ജിയുടെ വാല്യൂ സർഫസിൽ വേറെ ആയിരിക്കും, മീൻസ് പോൾസിൽ വേറെ ആയിരിക്കും, ഇക്വേറ്ററിൽ വേറെ ആയിരിക്കും. നമുക്കറിയാം പോൾസിൽ റേഡിയസ് മാറുമല്ലോ. ഏതാണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഇതിൽ ഇവിടെ റേഡിയസ് കുറവും ഇവിടെ റേഡിയസ് കൂടുതലും അല്ലേ. അപ്പോൾ പോൾസിൽ ജി മാക്സിമം, ഇക്വേറ്ററിൽ ജി മിനിമം വരും കേട്ടോ. ഇക്വേറ്ററിൽ മാക്സിമം പോൾസിലും ജി മിനിമം ഇക്വേറ്ററിലുമാണ്. ഇപ്പോൾ ഈ ഫിഗറും കൂടെ വരച്ചെടുത്തോണേ. At the center of the earth G0. At the center of the earth G0. കേട്ടോ. At the center of the earth G is equal to 0. ഇനി നമുക്ക് രണ്ട് വാല്യൂസ് ഓഫ് ജി, പോളാർ റീജിയൻസിലും ഇക്വേറ്ററിലും 2 ജി ഇല്ലേ. പോളാർ റീജിയൻസിൽ ജിയുടെ വാല്യൂ 9.83 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇക്വേറ്ററിൽ ജിയുടെ വാല്യൂ 9.78 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇത് എഴുതിയെടുത്തോ. പോളാർ റീജിയൻസിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ 9.83യും ഇക്വേറ്ററിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ 9.78 ആണ്. ഇത് നമുക്ക് ആവശ്യമില്ല. പ്രോബ്ലമാറ്റിക്സിലൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് 9.8 ഇട്ട് കൊടുത്താൽ മതി ജിയുടെ വാല്യൂ. പക്ഷേ ഇത് അറിഞ്ഞിരിക്കണം. പോൾസിൽ 9.83യും ഇക്വേറ്ററിൽ 9.78 ആണ് വാല്യൂ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പം ഈ നമ്മൾ ഒരു എർത്തിനെ സംബന്ധിച്ചിടത്തോളം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പറഞ്ഞു. ഇനി നമ്മൾ മൂണിൽ പോയാൽ വേറെ ഒരു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കത്തില്ലേ? അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? G/m/r² എങ്ങനെ കണ്ടുപിടിക്കും? GM/r² ചെയ്യുമ്പോൾ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് സെയിം ആണ്. മൂണിൽ മാസ് എത്രയാണെന്ന് നമ്മൾ അറിയണം, റേഡിയസ് എത്രയാണെന്ന് അറിയണം. അപ്പം മൂണിലെ മാസ് 7.36 × 10⁻22 ആണ്. മൂണിൻ്റെ മാസ് 7.36 × 10⁻22 ആണ്. മൂണിൻ്റെ റേഡിയസ് 1.74 × 10⁻6 ആണ്. ഇത് വെച്ചിട്ട് നമ്മൾ ജി അറ്റ് മൂൺ കണ്ടുപിടിച്ചാൽ ജി അറ്റ് മൂൺ എന്ന് പറയുന്നത് 1/6 ഓഫ് ജി അറ്റ് എർത്ത് ആയിരിക്കും. എർത്തിലുള്ള ഗ്രാവിറ്റി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ 1/6 ഉള്ളൂ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ആക്സിലറേഷൻ കുറയും. മൂണിൽ അത്രയും ആക്സിലറേഷൻ ഇല്ല കേട്ടോ. 1.62 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അതിൻ്റെ വാല്യൂ. മൂണിൽ ജി മൂൺ 1.62 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അത് എർത്തിൻ്റെ വാല്യൂ 9.8 ഇല്ലേ, അതിൻ്റെ 1/6 വാല്യൂവേ ഉള്ളൂ മൂണിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പം മൂണിൽ നമുക്ക് ഗ്രാവിറ്റി കുറവല്ലേ, മൂണിലെല്ലാം ഇങ്ങനെ നമ്മൾ പറന്ന് നടക്കുകയല്ലേ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മൂണിൽ വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ 1.62 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് മൂണിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറന്ന് കിടക്കുന്നത്. നമ്മൾ എർത്തിൽ പോലെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ മൂണിൽ. യെസ്. അപ്പോൾ
If a stone of mass 50 kg and another of mass 5 kg is falling down simultaneously from the top of a 5-story building, which one will reach the ground first? Both will reach at the same time. ഞാനൊരു രണ്ട് സ്റ്റോൺ എടുത്തു. സ്റ്റോൺ രണ്ടും ഫോൾ ചെയ്യുന്നത് രണ്ടും വെയിറ്റ് വ്യത്യാസമുണ്ട്. ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ മാസ് ഓഫ് ദ ഒബ്ജക്റ്റ്. അതുകൊണ്ട് എന്തു ചെയ്യും? ഒരുമിച്ച് വീഴും. പക്ഷേ ഞാനൊരു ഫെദറും ഒരു സ്റ്റോണും എടുത്തു. ഈ ഫെദറും സ്റ്റോണും ഞാൻ ഡിഫറെൻറ്റ് ഷേപ്പാണല്ലോ, അത് നമ്മൾ താഴോട്ടിട്ടു. എന്ത് സംഭവിക്കും? ഇഫ് ഐ ടേക്ക് എ ഫെദർ ആൻഡ് എ സ്റ്റോൺ, വിച്ച് വിൽ റീച്ച് ഫസ്റ്റ്? അല്ലെങ്കിൽ ഒരു പേപ്പറും സ്റ്റോണും എടുത്ത്, പേപ്പറിന് ഇങ്ങനെ നിരത്തിയ പേപ്പറും ഒരു സ്റ്റോണും എടുത്താൽ വിച്ച് വിൽ റീച്ച് ഫസ്റ്റ്? സ്റ്റോൺ ആയിരിക്കും ഫസ്റ്റ്ലി റീച്ച് ചെയ്യുന്നത്. വൈ? പേപ്പർ പതുക്കെ വരും, അല്ലെങ്കിൽ ഫെദർ പതുക്കെ വരും. വൈ? ഫെദർ എന്താണ് പതുക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് എയർ റെസിസ്റ്റൻസ്. അതാണ് അടുത്ത് പഠിക്കാൻ പോകുന്നത്. സ്റ്റോൺ ഫെദർ എക്സ്പെരിമെൻറ്റ്. ഇപ്പോൾ നമ്മൾ ഗലീലിയോ ആർഗ്യൂ ചെയ്തു, നമ്മൾ ഒരു സ്റ്റോണും ഒരു ഫെദറും നമ്മൾ ഒരുമിച്ച് ഡ്രോപ്പ് ചെയ്താൽ സ്റ്റോണാണ് ആദ്യം വീഴുന്നതെന്ന് ഗലീലിയോ എന്ത് ചെയ്തു? സ്റ്റോൺ ഫെദർ അല്ലെങ്കിൽ സ്റ്റോൺ കോയിൻ ഫെദർ എക്സ്പെരിമെൻ്റ് എന്ന് വേണമെങ്കിലും പറയാം. ഇപ്പം നമ്മുടെ ഐസക് ന്യൂട്ടൺ എന്തോ ചെയ്തു? 2 ടെസ്റ്റ് ട്യൂബ് എടുത്തു. ഈ 2 ടെസ്റ്റ് ട്യൂബിനും നമ്മൾ ആദ്യം ഒരു കോയിൻ വെച്ചു, ഒരു ഫെദറും വെച്ചു. എന്നിട്ട് ഇതിനെ അപ്സൈഡ് ഡൗൺ ചെയ്തപ്പോൾ കോയിനാണ് ആദ്യം ബോട്ടത്തിലോട്ട് വീണത്. ഫെദർ പതുക്കെ 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 വീണുള്ളൂ. ഓക്കെ, ഇപ്പം ഇതിനകത്ത് എയർ ഉണ്ട്. ഇനി ഞാൻ എയറിനെ എടുത്ത് മാറ്റിയിട്ട് എന്ത് ചെയ്തു? ഒരു കോർക്കൊക്കെ വെച്ച് വളരെ ഇൻസുലേറ്റ് ചെയ്ത് എയറിനെ എല്ലാം ഞാൻ എടുത്തു കളഞ്ഞു. ടെസ്റ്റ് ട്യൂബിനകത്ത് എയർ ഇല്ലാത്ത സമയത്ത് ഇത് രണ്ടിനെയും ഞാൻ അപ്സൈഡ് ഡൗൺ തിരിച്ചാൽ എന്ത് സംഭവിക്കും? രണ്ടും സെയിം ടൈമിൽ താഴെ വീഴും. ബിക്കോസ് ദർ ഈസ് നോ എയർ. അപ്പം ഡിഫറൻസ് ഇൻ ടൈം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? എയർ റെസിസ്റ്റൻസ് കൊണ്ടാണ് സംഭവിക്കുന്നത്. വൈ? ബിക്കോസ് എയർ ഫെദറിനൊരു റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഫെദർ പതുക്കെ വീഴുന്നത്. കോയിനോ അല്ലെങ്കിൽ സ്റ്റോണോ ആദ്യം വീഴുന്നത് അതുകൊണ്ടാണ്. എയർ റെസിസ്റ്റൻസ് കൂടുതലാണ് നമ്മുടെ ഫെദറിനൊക്കെ, പേപ്പറിനായാലും. അപ്പോൾ സ്റ്റോൺ റീച്ചസ് ഫസ്റ്റ് ബിക്കോസ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എയർ. ഇപ്പോൾ ഫെദർ ആൻഡ് കോയിൻ എന്നാണ് പറയുന്നത്. സ്റ്റോൺ അല്ലെങ്കിൽ കോയിൻ പറയാം. ഫെദർ ആൻഡ് കോയിൻ എക്സ്പെരിമെൻ്റ് ആരാ ഇത് ചെയ്തത്? ന്യൂട്ടനാണ് ഇതിനൊരു തീർപ്പ് കൽപ്പിച്ചത് ന്യൂട്ടനാണ്. ഗലീലിയോ പറഞ്ഞു കറക്റ്റാണെന്ന്, പക്ഷേ അതിന് ശേഷം ന്യൂട്ടൻ എന്ത് പറഞ്ഞു? കോയിൻ ഫെദർ എക്സ്പെരിമെൻ്റ് വഴി പറഞ്ഞു എയർ റെസിസ്റ്റൻസ് കൊണ്ട് മാത്രമാണ് ഈ ഫെദർ പിന്നെ വീഴുന്നതും കോയിൻ ആദ്യം വീഴുന്നതും. അത് ഗലീലിയോ പറഞ്ഞതിൻ്റെ ബേസിസിൽ എക്സ്പെരിമെൻ്റൽ പ്രൂഫ് നടത്തിയതാരാണ്? ന്യൂട്ടനാണ്. അപ്പം മാസ് ഓഫ് എർത്ത് കൂടിയാൽ ആക്സലറേഷൻ അക്വയർഡ് ബൈ ദ എർത്ത് ഈസ് ലെസ് ആൻഡ് ദാറ്റ് ബൈ ദ സ്റ്റോൺ ഈസ് ഗ്രേറ്റർ. എന്തുകൊണ്ടാണ് സ്റ്റോൺ ആദ്യം വരുന്നത്? മാസ് ഓഫ് എർത്ത് കൂടുതലാണ് അല്ലേ, വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ മാസ് ഓഫ് എർത്ത് കൂടുതലായതുകൊണ്ട് ആക്സലറേഷൻ അക്വയർഡ് ബൈ ദ എർത്ത് ഈസ് ഗ്രേറ്റർ ആൻഡ് ദാറ്റ് ബൈ ദ സ്റ്റോൺ ഈസ് ആക്സലറേഷൻ അക്വയർഡ് ബൈ ദ എർത്ത് ഈസ് ലെസ്സർ ആൻഡ് ബൈ ദ സ്റ്റോൺ ഈസ് ഗ്രേറ്റർ. സ്റ്റോൺ പെട്ടെന്ന് താഴെ വീഴും. എർത്ത് എന്ന് പറയുന്നത് വളരെ വലിയ മാസമുള്ളൊരു ഒബ്ജക്റ്റ് ആണ് അല്ലേ. സ്റ്റോൺ എന്ന് പറയുന്നത് ചെറിയ മാസാണ്. അപ്പോൾ സ്റ്റോണിൻ്റെ ജി കൂടുതലാണ്, ആക്സലറേഷൻ കൂടുതലാണ്. എർത്തിൻ്റെ ആക്സലറേഷൻ കുറവാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ എർത്തിൽ സ്റ്റോൺ ഫോൾ ചെയ്യുന്നത് എർത്ത് തിരിച്ചങ്ങോട്ട് ഫോൾ ചെയ്യുന്നില്ലല്ലോ. എന്താണ് അതിൻ്റെ റീസൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റോണ് എർത്തിലോട്ട് വീഴുന്നു, പക്ഷേ എർത്ത് തിരിച്ചൊരു അട്രാക്ഷൻ എന്താ കൊടുക്കാത്തത്? എർത്തിൻ്റെ മാസ് വലുതാണ്, അതുകൊണ്ട് അതിൻ്റെ ആക്സലറേഷൻ ഇല്ലെന്ന് തന്നെ പറയാം, ജി അല്ലേ. എർത്ത് മുകളിലോട്ടൊന്നും പോകുന്നില്ല, സ്റ്റോണിൻ്റെ അടുത്തോട്ട് പോകുന്നില്ല. സ്റ്റോണാണ് താഴെ വീഴുന്നത്. കാരണം സ്റ്റോണിൻ്റെ മാസ് വളരെ ചെറുതാണ്, അതുകൊണ്ട് അതിൻ്റെ ഗ്രാവിറ്റേഷൻ ജി എന്ന് പറയുന്ന ആക്സലറേഷൻ കൂടുതലാണ്. അതുകൊണ്ടാണ് സ്റ്റോൺ താഴെ വീഴുന്നത്. മാസ് ഓഫ് എർത്ത് ഈസ് ഗ്രേറ്റർ
Acceleration acquired by it is very less. Mass of stone is lesser. Acceleration acquired by it is greater. അപ്പം എഫ് ഈസ് ഈക്വൽ ടു എം എ എന്ന് പറയുന്ന ഇക്വേഷനിലാണ് നമ്മൾ പറഞ്ഞു നിർത്തിയേക്കുന്നത്. അടുത്ത ടോപ്പിക്ക് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. ഓക്കെ, ഐ എം ബിഡിങ് ഗുഡ് ബൈ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.